അലൈക്കും വറഹ്മത്തുള്ളാഹി. പാദവാർഷിക പരീക്ഷയുടെ 5ാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആനിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഈ വർഷം പുസ്തകം മാറിയതുകൊണ്ട് തന്നെ പാദവാർഷിക പരീക്ഷ സമസ്ത നേരിട്ട് നടത്തിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണിത്. ഏതായാലും ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 1. നസ്ലു ബിൽ മുനാസിബി, യോജിച്ചത് നമുക്ക് ചേർക്കാം. ബ്രാക്കറ്റിലുണ്ട് അലി ഇബ്നു അബി ത്വാലിബ് ഇലൽ മദീന, മദീനയിലേക്ക്. അബൂ ത്വാലിബ് 40 ദീനാറൻ, 40 ദീനാറ്. ഫാത്തിമത്തു സഹ്റാ, ഫാത്തിമ ബേബി റളിയല്ലാഹു അൻഹ. അതിലൊന്ന് ഹാജറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിജ്റ പോയി. ഇലൽ മദീന, മദീനയിലേക്ക്. സയ്യിദു നിസായി അഹ്ലിൽ ജന്ന, സ്വർഗത്തിലെ സ്ത്രീകളുടെ നേതാവ്. ഫാത്തിമത്തു സഹ്റാ. ആത്വത്ത് ഉമ്മു അബ്ദുൽ ഖാദിർ ജീലാനി, അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹുവിൻ്റെ ഉമ്മ നൽകി. 40 ദീനാറൻ, 40 ദീനാർ. അവ്വലു മൻ ആമന മിനൽ അത്ഫാലി, കുട്ടികളിൽ നിന്ന് ആദ്യമായിട്ട് വിശ്വസിച്ചത് ആരാണ്? അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. അമ്മുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതൃവ്യൻ അബൂ ത്വാലിബ്. അതിൻ്റെ ആൻസർ. അടുത്തത് നക്തുബുൽ ജംഅ, നമുക്ക് ജംഅ എഴുതാം, ബഹുവചനം എഴുതാം. അതിലൊന്ന് ഒൽവൻ, അതിൻ്റെ ബഹുവചനം. ഒൽവൻ എന്ന് പറഞ്ഞാൽ ഒന്നാണ്, ഒരവയവാണ്. അപ്പോൾ കുറേ അവയവങ്ങൾക്ക് എന്താണ് പറയുക? അഅ്ളാ. 2 ദീനാർ, അതിൻ്റെ ബഹുവചനമാണ് ദനാനീർ. 3 ലിസ്സുൻ, കള്ളന്മാർ, എങ്ങനെ പറയാം? ലുസൂസുൻ. അടുത്തത് ഖലീഫത്തുൻ, ഒരു ഖലീഫക്ക് പറയുന്ന പേരാണ് ഖലീഫത്തുൻ, അതിൻ്റെ ബഹുവചനമാണ് ഖുലഫാ. അടുത്തത് മൂന്നാമത്തത് നക്തുബുൽ ജവാബ, ആൻസർ എഴുതാനുള്ളതാണ്. അതിലൊന്ന് മൻ കാന റഈസ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാഇൽ അവൽ, മൻ ആരാണ്? കാന റഈസ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഒന്നാമത്തെ പ്രസിഡന്റ് ആരാണ്? ഒന്നാമത്തെ പ്രസിഡന്റ് അസയ്യിദു അബ്ദുറഹ്മാൻ ബാലവി തങ്ങൾ. ഒന്നെങ്കിൽ അങ്ങനെ ആൻസർ എഴുതാം, അല്ലെങ്കിൽ വരക്കൽ മുല്ലക്കോയ തങ്ങൾ, അങ്ങനെയും എഴുതാം. അടുത്തത് കം ഉൽവൻ ഫി മജ്ലിസിൽ മുഷാവറത്തി ലി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മുഷാവറയിലെ അംഗങ്ങൾ എത്രയാണ്? ആ മജ്ലിസിൽ എത്ര അംഗങ്ങളാണുള്ളത്? 40 അംഗങ്ങളാണുള്ളത്. അപ്പോൾ 40 എന്ന് എഴുതാം. 3 മൻ സയ്യിദ ഷബാബി അഹ്ലിൽ ജന്ന, സ്വർഗത്തിലെ യുവാക്കളുടെ 2 നേതാക്കന്മാരാരാണ്? യുവാക്കളുടെ നേതാക്കന്മാർ. ഒന്ന് ഹസൻ റളിയല്ലാഹു അൻഹു, മറ്റൊന്ന് ഹുസൈൻ റളിയല്ലാഹു അൻഹു. 4 റാബിഉൽ ഖുലഫാഇർ റാഷിദീൻ, ഖുലഫാഉർ റാഷിദീങ്ങളിൽ നിന്ന് 4ാമത്തെ ആൾ ആരാണ്? അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. അടുത്ത ക്വസ്റ്റ്യൻ, 4ാമത്തെ ക്വസ്റ്റ്യൻ നക്തുബു സുആല, ക്വസ്റ്റ്യൻ ഉണ്ടാക്കാം, ചോദ്യം ഉണ്ടാക്കിയിട്ട് നമുക്ക് എഴുതാം. നക്തുബ് നമുക്ക് എഴുതാം, സുആല ക്വസ്റ്റ്യൻ എഴുതാം. ഇവിടെ ആൻസർ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ക്വസ്റ്റ്യനാണ് നമ്മൾ ഉണ്ടാക്കി എഴുതേണ്ടത്. ആൻസർ എന്താണ്? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്നാണ് ആൻസർ ഉള്ളത്. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യന് മാഹുവൽ ഇസ്മുൽ കാമിലു ലി സമസ്ത, സമസ്തയുടെ മുഴുവൻ നാമം എന്താണ്? മുഴുവൻ പേരെന്താണ്? അതാണ് ക്വസ്റ്റ്യൻ കൊടുക്കേണ്ടത്. മാഹുവൽ ഇസ്മുൽ കാമിലു ലി സമസ്ത. അടുത്തത് ഫി സനത്തി 1926 മീലാദിയ, ക്രിസ്താബ്ദം 1926 എന്നാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ നമ്മൾ ഉണ്ടാക്കണം. അതിൻ്റെ ക്വസ്റ്റ്യനാണ് മത ഉസ്സിസത്ത് ജംഇയ്യത്തു സമസ്ത, സമസ്ത കേരള എന്നാണ് രൂപീകരിച്ചത്
എപ്പോഴാണ് രൂപീകരിക്കപ്പെട്ടത്? അതിൻ്റെ ആൻസറാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എഴുതേണ്ടത് മതാ ഉസ്സിസത്ത് ജംഇയ്യത്തു സമസ്ത. അടുത്ത ക്വസ്റ്റ്യൻ നുതർജിമു, അർത്ഥം എഴുതാനുള്ളതാണ്. അൽ ബുസ്താനു ജമീലുൻ, പൂന്തോപ്പ് ഭംഗിയുള്ളതാണ്. അടുത്തത് അൽ കിതാബു ജദീദുൻ, പുസ്തകം പുതിയതാണ്. അടുത്ത ഉക്തുബുൽ മാന, അർത്ഥം എഴുതുക. അതിൽ ഒന്നാമത്തത് ജംഇയ്യത്തുൻ, അതിൻ്റെ അർത്ഥം എന്താണ്? സംഘടന. ജായിസത്തുൻ, സമ്മാനം. റഈസുൻ, പ്രസിഡന്റ്. അമ്മുൻ, പിതൃവ്യൻ അല്ലെങ്കിൽ പിതൃ സഹോദരൻ എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. എളാപ്പ, മൂത്താപ്പ എന്നിവർക്കാണ് പിതൃവ്യൻ, പിതൃ സഹോദരൻ എന്നൊക്കെ പറയാം. അടുത്തത് നുമയ്യിസുൽ ജുംലത്തുൽ ഇസ്മിയ്യത വൽ ജുംലത്തുൽ ഫിഅലിയ, ഇസ്മിയായ ജുംലയും ഫിഅലിയായ ജുംലയും വേർതിരിക്കാനുള്ളതാണ്. അപ്പോൾ ശേഷം കൊടുത്തതിൽ ഇസ്മിയായ ജുംലയുണ്ട്, ഫിഅലിയായ ജുംലയുണ്ട്, അത് വേർതിരിച്ച് എഴുതാം. അതിലൊന്നാമത്തെ കോളം അൽ ജുംലത്തുൽ ഇസ്മിയ, രണ്ടാമത്തെ അൽ ജുംലത്തുൽ ഫിഅലിയ. അപ്പോൾ ഇസ്മിയായ ജുംല ഒന്നാമത്തെ കോളത്തിലും എഴുതാം, ഫിഅലിയായ ജുംല രണ്ടാമത്തെ കോളത്തിലും എഴുതാം. അത് ബ്രാക്കറ്റിൽ നവറൽ ഔലാദു ഇല സബൂറത്തി, കുട്ടികൾ ബോർഡിലേക്ക് നോക്കി. അപ്പോൾ നോക്കി എന്നുള്ള ഫിഅൽ അവിടെ ഉണ്ട്, അപ്പോൾ ഫിഅലിയായ ജുംലയാണ്. ഖറജ തിഫ്ലുൻ ഇല ബഗ്ദാദ, ബഗ്ദാദിലേക്ക് കുട്ടി പുറപ്പെട്ടു. അപ്പോൾ പുറപ്പെട്ടു എന്നുള്ള ഫീൽ അതിലുണ്ട്, അപ്പോൾ ഫിഅലിയായ ജുംലയാണ്. അപ്പോൾ രണ്ടാമത്തെ കളിയിൽ അതും എഴുതേണ്ടത്. മൂന്നാമത്തത് സാഫറ തിഫ്ലു മഅ ഖാഫിലത്തിൻ, ഒരു കൂട്ടം ആളുകളോട് കൂടെ കുട്ടി യാത്ര പോയി. അതിപ്പോൾ യാത്ര പോയി എന്നാണ് പറഞ്ഞത്, അപ്പോൾ ഫിഅലിയായ ജുംലയാണ്. ഒരു ഫിഅൽ അവിടെ ഉണ്ട്, പ്രവൃത്തിയുണ്ട്, അപ്പോൾ ഫിഅലിയായ ജുംല. അപ്പോൾ മൂന്നാമത്തെ കളിയിൽ അതും എഴുതേണ്ടത്. അടുത്തത് ഉമ്മുഹു ഫാത്തിമ, അദ്ദേഹത്തിൻ്റെ മാതാവ് ഫാത്തിമയാണ്. അതിൽ ഒരു ഫിഅലില്ല, ഇസ്മു മാത്രമേ ഉള്ളൂ, അപ്പോൾ ഇസ്മിയായ ജുംലയാണ്. അത് ഒന്നാമത്തെ കളിയിൽ എഴുതാം. സൗജത്തുഹു ഫാത്തിമത്തു സഹ്റാ, അദ്ദേഹത്തിൻ്റെ ഭാര്യ, അതായത് അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യ ഫാത്തിമത്തു സഹ്റാ ആണ്. അത് ഇസ്മിയായ ജുംലയാണ്, അതിൽ ഫിഅലോ കാര്യങ്ങളോ അല്ല, അപ്പോൾ ഇസ്മിയായ ജുംലയാണ്. ഇപ്പോൾ പറഞ്ഞത് മുഴുവൻ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഇതിൽ ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ്, അത് ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല, അതിനുള്ള സ്പേസ് ഇല്ലായിരുന്നു. ഇസ്തിഫാമിൻ്റെ അടയാളങ്ങൾ, അത് നിർബന്ധമായിട്ടും ചോദിക്കും. മൻ, മ, മത, ഐന, കൈഫ, കം, അയ്യുൻ, ഇതാണ് ഇസ്തിഫാമിൻ്റെ അടയാളങ്ങൾ. ചിലപ്പോൾ അതിന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കാനോ ഒക്കെ ചോദിക്കാൻ സാധ്യത കൂടുതലാണ്. ഏതായാലും ഉഷാറായിട്ട് എല്ലാവരും പഠിക്കുക. അല്ലാഹു തആല നമുക്കെല്ലാവർക്കും നല്ല അഖലും ഫഹ്മും പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.